കേരളത്തിൽ വീണ്ടും ഒരു മനുഷ്യനിർമ്മിത ദുരന്തം കൂടി സംഭവിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഇനി അത് വേണ്ട വിധത്തിൽ ആഘോഷിക്കും. പ്രധാനമന്ത്രി അനുശോചനം അറിയിക്കും. കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അനുശോചനം അറിയിക്കും. കേന്ദ്രവും സംസ്ഥാനവും എന്തെങ്കിലും ധനസഹായം കൊടുക്കും. മന്ത്രിമാർ അവലോകന യോഗങ്ങൾ ചേർന്നതിനെപ്പറ്റി വാചാലരാകും. മനുഷ്യർ ഈ വീഡിയോയ്ക്കൊക്കെ താഴെ വന്ന് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകളുടെ താഴെ വന്ന് പൊട്ടിത്തെറിക്കും, ആദരാഞ്ജലികൾ അർപ്പിക്കും, കണ്ണുനീർ വിടും. ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പതിവ് എത്ര നാൾ ആവർത്തിക്കും? ഇനിയും എത്ര ദുരന്തങ്ങൾക്ക് കൂടി നമ്മൾ സാക്ഷികളാകേണ്ടി വരും? അല്ലെങ്കിൽ കുറെ പേർ ഇരകളാകേണ്ടി വരും? എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഞാനൊരു വിശ്വാസത്തെയോ ആരുടെയെങ്കിലും ഇഷ്ടത്തെയോ സൗകര്യത്തെയോ ഒന്നും ചോദ്യം ചെയ്യുകയല്ല. എന്നാലും ഒരു ചോദ്യം ഇത്തരണത്തിൽ ഉയർത്താതെ വയ്യ. ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന സംഭവം വളരെ അത്യാവശ്യമാണോ നമ്മുടെ സമൂഹത്തിന്? ആന ഒരാവേശമാണ്, വെടിക്കെട്ട് ഒരാവേശമാണ്. ഒരാവേശത്തിനപ്പുറം എത്ര വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്താൻ ഉതകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെയെന്ന് എന്താണ് ആരും ചിന്തിക്കാത്തത്? 2026 വന്ന് നിൽക്കുമ്പോഴും ഏതോ നൂറ്റാണ്ട് കാലത്തെ രീതികളാണ് പടക്ക നിർമ്മാണത്തിന് ഇവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അവരുടെ ഉപജീവന മാർഗമാണ്. അവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കിക്കൊണ്ട് വേറെ എന്തെങ്കിലും ഡിജിറ്റൽ മാർഗങ്ങൾ മനുഷ്യരെ രസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം കൈക്കൊള്ളണം. അത് വളരെ അത്യാവശ്യമാണ്. AI കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് കൈവിടാനാകാത്ത കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില സംഭവങ്ങളുണ്ട്. അതൊക്കെ വലിയ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവയാണ്. ശ്രീനാരായണ ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പേ, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കരിയും കരിമരുന്നും ഉത്സവ പറമ്പുകളിൽ വേണ്ട. അതായത് ആനയും വെടിക്കെട്ടും വേണ്ട. ഇതെല്ലാം അപകടം ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു രസത്തിന് വേണ്ടി ഒരുപാട് പേരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്താനുള്ള ഇടമാക്കി നമ്മുടെ ആഘോഷങ്ങൾ മാറ്റുകയാണ്, അല്ലെങ്കിൽ മാറുകയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിലനിർത്തുകയാണ് നമ്മൾ. അത് മാറേണ്ട കാലമായില്ലേ? ഇനിയെങ്കിലും അതിന് സമയമായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആനയൊക്കെ ഈ കഷ്ടമുണ്ട്, മഹാപാപമുണ്ട്, മിണ്ടാപ്രാണി. ആനയൊക്കെ ഇടയുമ്പോൾ ആനയെ തളയ്ക്കാൻ നോക്കി പാപ്പാനെ ചവിട്ടിക്കുന്നു, അല്ലെങ്കിൽ കുറെ പേരെ ആക്രമിച്ചു, ആനയുടെ പേരിൽ കുറ്റം വരും. ആനയെ മയക്കുവെടി വെക്കാൻ ശ്രമിക്കുന്നു. ആനയെന്ന് പറഞ്ഞാൽ അത് ജീവിക്കേണ്ട ഒരു ഇടമുണ്ട്, അതിന് ജീവിക്കാനുള്ള ഒരു കാലാവസ്ഥയുണ്ട്. ചില കാര്യങ്ങൾ അതിന് താങ്ങാൻ പറ്റില്ല. നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവന് ഭീഷണിയാകുന്നു എന്നൊരു തോന്നലുണ്ടായാൽ നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കില്ലേ? അതുപോലെയുള്ള പ്രതികരണങ്ങളാണ് ഈ ജന്തുക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ആനയൊക്കെ സാധുവായിട്ടുള്ള ജീവിയാണ്. അതുങ്ങളെയൊക്കെ മെരുക്കി ഈ ഉത്സവ സ്ഥലത്തൊക്കെ മണിക്കൂറുകൾ കൊണ്ട് നിർത്തുന്ന നിൽപ്പ് കണ്ടാൽ എങ്ങനെ അതൊക്കെ കണ്ട ആവേശം കൊള്ളാൻ മനുഷ്യർക്ക് സാധിക്കുന്നു? ഇതൊരു അത്യാവശ്യമായിട്ട് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. പണ്ട് മുതൽക്ക് തന്നെ ഞാൻ ഇതിനെതിരാണ്. ഇതിൻ്റെ ഒരാവശ്യവുമില്ല. ആനയെ എഴുന്നള്ളിക്കുകയും വേണ്ട, വെടിക്കെട്ടും വേണ്ട.